പ്രവാസലോകത്തെ വാർത്തകൾ. ഊർജ്ജരംഗത്ത് ചരിത്ര നേട്ടവുമായി ഖത്തർ എനർജി. US എനർജി മേഖലയിൽ $10 ബില്യൺ LNG പദ്ധതിക്കാണ് ഖത്തർ തുടക്കമിട്ടത്. യുഎസിലെ ടെക്സസിലുള്ള ഗോൾഡൻ പാസ് LNG പദ്ധതിയിൽ നിന്ന് ഖത്തർ LNG ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തു. ഖത്തർ എനർജിയും എക്സോൺ മൊബൈലും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചാണ് ആദ്യ കപ്പൽ പുറപ്പെട്ടത്. കൊറിയയിൽ നിർമ്മിച്ച 1,74,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള അൽ ഖയ്യ എന്ന കപ്പലിലാണ് LNG നിറച്ചത്. US LNG മേഖലയിലെ ഏറ്റവും വലിയ ഒറ്റത്തവണ നിക്ഷേപങ്ങളിലൊന്നാണ് $10 ബില്യൺ ചിലവ് വരുന്ന ഈ പദ്ധതി. പദ്ധതിയുടെ 70% ഓഹരി ഖത്തർ എനർജിക്കും 30% എക്സോൺ മൊബൈലിനുമാണ്. പ്രതിവർഷം 18 ദശലക്ഷം ടൺ LNG ഉൽപാദന ശേഷിയുള്ള പദ്ധതിയിലെ 70% ഉൽപ്പന്നവും ഖത്തർ എനർജി ട്രേഡിംഗ് ആണ് വിപണിയിലെത്തിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് എയർവേസ് സർവീസുകൾ പുനരാരംഭിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ നിന്നുള്ള വിമാന സർവീസുകൾ ഞായറാഴ്ച മുതൽ പുനരാരംഭിക്കും. കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെടെ 17 പ്രധാന നഗരങ്ങളിലേക്കാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നതെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഫെബ്രുവരി 28 മുതൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നീക്കി വ്യോമപാത തുറന്നതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചിരുന്നു. തുടർന്നാണ് സർവീസ് പുനരാരംഭിക്കുന്നതായി കുവൈറ്റ് എയർവേസ് അറിയിച്ചത്. കൊച്ചി, തിരുവനന്തപുരം, മുംബൈ, ചെന്നൈ, ഡൽഹി, ലണ്ടൻ, റിയാദ്, മനില എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. കെയ്റോയിലേക്ക് ദിവസേനയും ജിദ്ദ, ധാക്ക എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 4 വീതവും വിമാനങ്ങൾ സർവീസ് നടത്തും. ബെയ്റൂട്ട്, ദമാസ്കസ്, ലാഹോർ എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകളും ഇസ്താംബുൾ, ഗാങ്ഷു, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 1 സർവീസുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.